കൊണ്ടിട്ട് പോയ എന്റെ കെട്ടിയോ മാല ഇന്നലെ അത്രാമനെ ഇന്ന് മുജീബ് വഹിക്കണമെന്ന് ചോദിച്ചു ആണല്ലേ. അപ്പൊ ശേഷം മാലയൊക്കെ നിർത്തിയത് കേട്ടോ. അപ്പൊ സീരിയസ്ലി ഇങ്ങനെ സ്വർണ്ണങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു സീൻ നിങ്ങൾക്കുണ്ടെങ്കിൽ എത്ര അടിപൊളിയാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് മാറ്റാനും തിരിക്കാനും കുഞ്ഞു മക്കൾക്കാവട്ടെ ഇറങ്ങുന്ന സമയത്ത് അല്ലേ, നമ്മൾ ശരാശരി നമ്മളുടെ തമിഴ്നാടിന്റെ എന്താ പറയാ കുരിശിത്തലവി എന്നൊക്കെ പറയുന്ന ജയലളിതയെ കുറിച്ച് പറയാറുണ്ട്. സാരിയുടെ കളർ അനുസരിച്ചായിരുന്നു എത്രയുണ്ട് കാറിന്റെ കളർ. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു. 40 ഡ്രൈവർമാർ കാത്തിരിക്കും അത്രേ, തമ്പുരാട്ടി ഏത് കളർ സാരിയിൽ വരുന്നുവോ അപ്പൊ എന്ത് ചെയ്യും, ആ കാറാണ്ട് ചെല്ലും. ഇങ്ങനെ ഉണ്ടായിരുന്നു. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ലോകത്ത് ഇങ്ങനെയുള്ള ഒരു ലോകം നമ്മുടെ മുമ്പിലുണ്ട്. ഇതൊക്കെ ഉണ്ടായിട്ടും നമ്മളെന്ത് ചെയ്യും, ആ 10-15 കൊല്ലം പഴക്കമുള്ള ലോണും ആ പ്രശ്നങ്ങളും ഇപ്പോഴും അടുക്കളയിൽ പോയിട്ടുണ്ടെങ്കിൽ ഒരുവിധം പാത്രമൊക്കെ കിരിക്കാൻ വേണ്ടിയാണ്. പഞ്ചാരന്റെ തന്നെ കുലിക്കാൻ നല്ല സൗണ്ടാണ്. ഞാൻ എന്താ അതിനൊന്നും പഞ്ചസാര ഇല്ലാന്നേ. അങ്ങനെ എന്തിനാ ഇങ്ങനെ ജീവിക്കണത്? ആര് പറഞ്ഞു അങ്ങനെ ജീവിക്കണമെന്ന്? നമുക്കിത് മാറുന്ന താല്പര്യമുണ്ട്. മാറാൻ താല്പര്യം കഴിയുകയാണ് എൻ്റെ ലൈഫിൽ നല്ലൊരു മാറ്റം വരുന്നത് നിങ്ങൾ തീരുമാനിച്ചാലേ ഈ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ കേട്ടോ. സോ സീരിയസ്ലി, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു താല്പര്യം, നല്ല അടിപൊളി വീടുകൾ അല്ലേ, നല്ല വീട് താല്പര്യമുള്ള ആൾക്കാർ കഴിയുകയാണെങ്കിൽ നല്ല വീട്. ഇപ്പൊ നിങ്ങൾ നിൽക്കുന്ന വീട് നല്ല തന്നെ, ഒരു കുഴപ്പമില്ല. പക്ഷെ എന്ത് വേണം, ഒന്നും കൂടി ഒന്ന് മെച്ചപ്പെട്ട വീട് ആണോ അല്ലേ? അതുകൊണ്ടൊക്കെയുള്ള സുഖം എന്താണ്, വിരുന്നേരൊക്കെ വന്നാൽ നമുക്ക് എവിടെയും കിടത്താം, ഉറക്കാം, അറ്റാച്ച്ഡ് ബാത്റൂം സൗകര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആണോ അല്ലേ? ഇപ്പൊ നമ്മൾ വിരുന്ന് വന്നാൽ എന്ത് ചെയ്യും, രാത്രിയാണെന്നുണ്ടെങ്കിൽ വീട്ടുകാരെ എന്ത് പറയും, നിങ്ങൾ ആരും പോകണ്ട നമ്മളെ നിന്നോളി എന്ന് പറയും ആണോ അല്ലേ? അപ്പൊ ഇതിങ്ങനെ വീട്ടുകാരെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട സമയത്ത് കെട്ടികൾ വന്ന് കണ്ട് വീട്ടുകാരെ കാല് പോയി തിരിച്ചിലാണ്. അപ്പൊ നിങ്ങൾ എവിടെ അവർക്ക് എടുത്താൻ കണ്ടിരിക്കുന്നത്, ആകെ 2 റൂമുള്ളൂ ആണോ അല്ലേ? ഇതുള്ളതാണോ? അപ്പൊ സ്വാഭാവികമായിട്ട് ഇതൊക്കെ മാറും. എപ്പോഴും ആക്ച്വലി നമ്മുടെ കയ്യിൽ ഫണ്ടും അതിനുള്ള സ്വാഭാവികങ്ങളും വന്നതൊക്കെ മാറും. സോ ഇങ്ങനെയുള്ള വീട് സ്വപ്നം കാണാം. എങ്കിലെന്തുണ്ട്, ഒരുപാട് കാര്യങ്ങൾ നമുക്ക് സൗകര്യപ്പെടുത്താൻ പറ്റും ഗസ്റ്റുകൾക്ക്. ഇതും ഇതേപോലെ ഒരു സ്വപ്നം കണ്ട വീടാണ്. ഈ വീട് ആരുടെന്ന് അറിയുന്ന ആൾക്കാർക്ക് കഴിയുകയാണ്, ചില ആൾക്കാരൊക്കെ അറിയാം അല്ലേ? ഈ വീടിന്ന് ഒരാൾ സ്വന്തമാക്കി സ്വപ്നം കണ്ട വീടാണ്. ഇതേപോലത്തെ ഒരു ക്ലാസ്സിൽ അയാൾ വന്നിരുന്നതാണ്. ഏകദേശം 10 കോടിൻ്റെ അടുത്ത് വരുന്ന ഈ വലിയ വീട് ഇതുപോലത്തെ ക്ലാസ്സിൽ കസാരയിൽ വന്ന ആള് ഇന്ന് പോയി വാങ്ങി അതിൻ്റെ ഉടമയാണ്. ഇന്നത്തെ ഒരു വീടിൻ്റെ അല്ല, ഇന്നത്തെ 10-12 റെസിഡൻഷ്യൽ പ്രോപ്പർട്ടിയുടെ ഉടമയാണ്. ഇന്ത്യയിൽ മാത്രമല്ല, പല രാജ്യങ്ങളിൽ, അമേരിക്കയിൽ പോലും ഇതുപോലത്തെ കൊട്ടാരം അയാൾ വാങ്ങി ഇതേപോലത്തെ ഒരു ക്ലാസ്സിൽ വന്നതാണ്. റെഡിയാണോ? ഓക്കെ, ആളാണെങ്കിൽ അയാൾക്ക് നല്ലൊരു കൈയടി കൊടുക്കാം. പേരെ നമുക്ക് പിന്നെ പറയാം. ഓക്കെ. പക്ഷെ പ്രശ്നം സാറേ, സ്വപ്നമൊക്കെ അടിപൊളിയാണ്. പ്രശ്നം എന്താണ്? എന്താ പ്രശ്നം? ആകെ ഒരു ജോലി വേണ്ട സാറേ. ഈ വീടും കൊട്ടാരവും സ്വർണവും കാറും വിമാനവും ഒക്കെ നമുക്ക് വേണം. പക്ഷെ എന്ത് വേണം? പൈസ അല്ലേ? പൈസ പൈസ, ഇതാണ് പ്രശ്നം. ഇന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഇന്നത്തെ ജീവിതത്തിന്റെ അവസ്ഥ എന്താണ്? നിരവധി ആളുകൾ ഇന്നൊരു എന്താ പറയുക, അധിക വരുമാനം തേടുന്നുണ്ട്. എന്താ അധിക വരുമാനം എന്ന് പറഞ്ഞാൽ, ചെയ്യുന്ന ജോലിയിൽ 100% എന്തില്ല, വേണ്ടുന്ന വരുമാനം വരുന്നില്ല. ഉണ്ടോ? നിങ്ങൾ ആലോചിച്ച് നോക്കുകയാണെങ്കിൽ ചെലവ് വാണപ്പെട്ടമാര് മേലേക്ക് പോകണം അല്ലേ? വരുമാനമോ നെക്കി തുറപ്പിച്ച് മെല്ലെ മെല്ലെ വന്ന് ആണോ അല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഇതിൽ ഏകദേശം ഞാൻ ചോദിക്കുന്നത് 10 രൂപക്ക് മീൻ വാങ്ങിയ ആൾക്കാർ കഴിയുകയാണ്. 10 രൂപയ്ക്ക് വീട്ടിൽ മീൻ വാങ്ങിയ ആൾക്കാർ. ഓക്കെ, എത്ര ആൾക്കാർ? 2 രൂപയ്ക്ക് ചായ അടിച്ച ആൾക്കാർ കഴിയുകയാണ്. 2 രൂപയ്ക്ക് ചായ അടിച്ചത് അല്ലേ? 2 രൂപ ബസ്സിന് ലോക്കൽ ചാർജ് കൊടുത്ത ആൾക്കാർ കഴിയുകയാണ്. ഇതൊക്കെ ചെയ്തിട്ടുണ്ടല്ലേ? ഏകദേശം ഇതിലെ കുറെ ആൾക്കാർ 40 വയസ്സിന്റെ മേലെയാണ്. നല്ലൊരു കൈയ്യടി ഒരു കൊടുക്കാം. ഓക്കെ, കൈ വയ്ക്കില്ല, 90% 40 വയസ്സിന്റെ മേലെയാണ്. ഓക്കെ, ഇതൊക്കെ നമ്മൾ അനുഭവിച്ചു വന്നു. ഇന്ന് 10 രൂപക്ക് മീനുണ്ടോ? ഇല്ല. 2 രൂപക്ക് ലോക്കൽ ചാർജ് ബസ് കൊടുത്ത് പോകാൻ പറ്റുമോ? ഇല്ല. ഇന്ന് ലോകം ആകെ മാറിയിട്ടുണ്ട്. നമ്മുടെ വരുമാന മേഖലയോ അത്ര കണ്ട് മാറിയിട്ടില്ലതാണ്. പക്ഷെ നിങ്ങൾ ആലോചിച്ച് നോക്ക്, എവിടെ നോക്കിയാലും തൊഴിലില്ലാപ്പടയായിട്ട് യുവാക്കൾ മാറുന്നു. നിങ്ങൾ ശരിക്കും തിരിച്ചറിയുക, ഇന്ന് പല സ്ഥലത്തും കമ്പനികൾ പിരിച്ചുവിടുന്ന തിരക്കിലാണ്. ഞാൻ അവിടേക്ക് വരുന്നുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഇന്ന് ഏറ്റവും വലിയ ശല്യം ഏതാണ്? റോബോട്ടുകൾ ലോകം ഭരിക്കുന്ന കാലമാണ് ആണോ അല്ലേ? ഏതൊരു ജോലിന്റെ പിറകിലും ആരുണ്ട്? റോബോട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഈ ക്ലാസ് കേൾക്കുമ്പോൾ മനസ്സ് തുറന്ന് കേൾക്കുക. കാര്യം എന്താണ്? നിങ്ങൾക്ക് ഇന്ന് വരുമാനം വരുന്ന ഏത് ജോലിയാവട്ടെ, സാധ്യതയാവട്ടെ, ഒരുപക്ഷെ നിങ്ങൾ ചെയ്യുന്നത് അല്ലെങ്കിൽ നിങ്ങളെ ബന്ധുക്കൾ ചെയ്യുന്നത് ഇന്നല്ലെങ്കിൽ നാളെ അസ്തമയത്തിലാണ് നിൽക്കുന്നത്, നഷ്ടത്തിലാണ് നിൽക്കുന്നത്. ക്ലിയർ ആണോ ഞാൻ പറയണത്? സോ സീരിയസ്ലി, അതിനുള്ള പരിഹാരം കൂടിയാണ് നിങ്ങൾ കേൾക്കുന്നത്. ചെറിയ കാര്യമല്ല നിങ്ങൾ കേൾക്കുന്നത്. നിങ്ങളുടെ കുടുംബത്തിന്റെ രക്ഷയും അതേപോലെ തന്നെ നിങ്ങളുടെ നാടിന്റെ സുരക്ഷയുമുള്ള ഒരു പ്രൊജക്റ്റാണ് നിങ്ങൾ കേൾക്കാൻ വന്നിരിക്കുന്നത്. ഗ്രോയിങ് ടെക്നോളജീസ് ആൻഡ് ഷ്രിങ്കിങ് ജോബ്സ് ലിമിറ്റ് ഫുൾഫിൽ എംപ്ലോയ്മെന്റ്. ആകെ ജോബിന്റെ മേഖല തകരിപ്പണമെന്ന്. ഓഫീസ് വർക്കേഴ്സ് ഫിയർ സ്പ്രെഡ് ഓഫ് ഓട്ടോമേഷൻ. ജോലി ഓഫീസിൽ ചെയ്യുന്ന ആൾക്കാരൊക്കെ പേടിയാണ്, നാളെ അതൊക്കെ ഓട്ടോമേഷൻ ആകാൻ പോവാണോ?
കൈ ബട്ടൺ അമർത്തിച്ചാൽ എല്ലാം സംഭവിക്കുന്ന തലത്തിലേക്ക് ഒന്നും നമ്മൾ ചെയ്യേണ്ട, റോബോട്ട് ചെയ്യുന്നു. എസ്വർണോ ഇത് നമ്മൾ കാണുന്നുണ്ട്. ആ അർത്ഥത്തിൽ നിങ്ങളുടെ ഭർത്താവിന് ഗൾഫിൽ ജോലി ഉണ്ടെങ്കിലും നിങ്ങളുടെ ജീവിത വരുമാന മാർഗം എന്തൊക്കെയാവട്ടെ, നാളെ അത് ആര് കട്ടെടുക്കാൻ സാധ്യതയുണ്ട്? റോബോട്ടുകൾ കട്ടെടുക്കാൻ സാധ്യതയുണ്ട്. മിസ്റ്റർ യൂനസ് എന്ന് പറയുന്ന നോബൽ ലോററ്റ്, നോബൽ പ്രൈസ് നേടിയ ഒരു ബംഗ്ലാദേശി സയന്റിസ്റ്റ് പറയുന്ന ഒറ്റ സാധനമുണ്ട്: ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വിൽ ടേക്ക് അവേ ഓൾ ജോബ്സ് സൂൺ. നമ്മുടെ മുഴുവൻ ജോലിയും ആര് കൊണ്ടാകാൻ പോവാണ്? ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, AI സെക്ടർ കൊണ്ടുപോകാൻ പോവാണ്. നമുക്ക് പേടിക്കാത്ത എന്താണ്? ഇതെന്താന്ന് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. അതുകൊണ്ടാണ് മനസ്സിലായ ആൾക്ക് ബേജാറ് തുടങ്ങിയിട്ട് എന്ത്, ഒരു പക്ഷേ ഇന്ന് എൻ്റെ വയസ്സ് 40 അല്ലെങ്കിൽ 50 അല്ലെങ്കിൽ എൻ്റെ വരുമാന മേഖല തകർന്നാൽ ഇനിയും എൻ്റെ പെൺമക്കളെ കെട്ടിക്കാൻ, എൻ്റെ വീടിൻ്റെ പണി ബാക്കി നിൽക്കാൻ, എനിക്ക് ഇനിയും മുന്നോട്ട് ജീവിക്കണം എന്നുണ്ടെങ്കിൽ എന്തിൻ്റെ ആവശ്യമുണ്ട്? വരുമാനം. പക്ഷെ വരുമാന മേഖലയില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? ഇത് കത്തിയോർക്ക് ഈ ക്ലാസ് മനസ്സിലാക്കും. സോ സീരിയസ്ലി നമ്മൾ ശരിക്കും ആലോചിച്ച് നോക്ക്, ഡേഞ്ചർ അവിടെ തീരുന്നില്ല. 2 ലക്ഷത്തോളം IT ജോബ് ടു വാനിഷ്. 2 ലക്ഷം IT ജോബ് ലോകം എടുത്തു പോവാണ്. നിങ്ങൾ ആലോചിച്ച് നോക്ക്. എൻ്റെ കുട്ടി എഞ്ചിനീയർ ആകാറുണ്ട്, എൻ്റെ കുട്ടികൾ ഇന്ന കോയമ്പത്തൂർ യൂണിവേഴ്സിറ്റിയിലാണ് 10 A+ കിട്ടിയിട്ടുണ്ട്, അവൻ ഭയങ്കര ഉഷാറായിട്ട് പഠിക്കുന്നുണ്ട്. ഇറ്റ്സ് ഓക്കെ. ഇന്ന് IT സെക്ടറിൽ തന്നെ വരുന്ന ന്യൂസ് 2 ലക്ഷം ജോബ് എടുത്തു പോകുന്നു എന്ന് മാത്രമല്ല 800 മില്യണോളം വരുന്ന റോബോട്ടുകളാണ് ഏകദേശം 2030 ആകുമ്പോഴത്തേക്ക് ലോകത്ത് വരാൻ പോകുന്നത്. ഏതില്? 2030. ഇവിടുന്ന് എത്ര വർഷം ബാക്കിയുണ്ട്? 5 കൊല്ലം കൊണ്ട് ലോകത്ത് വരാൻ പോകുന്ന മാറ്റം എന്താണ്? AI and robots could displace up to 800 മില്യൺ ജോലികൾ. 800 ജോലിയല്ല, എത്ര ജോലിയാണ്? 1 മില്യൺ കൊണ്ട് എത്ര? 10 ലക്ഷം. 10 ലക്ഷത്തിന് 800 കൊണ്ട് ഗുണിച്ചാലോ എത്രായിരം കോടിയാണത്? അത്രയും ജോലി ഈ ലോകത്ത് നിന്ന് പോവുകയാണെന്ന്. അതിൽ നമ്മളുടെ പ്രവാസിയുണ്ട്, സ്വദേശിയുണ്ട്, ഹോട്ടൽ പണിയുണ്ട്, ഡ്രൈവർ പണിയുണ്ട്, ഓഫീസിലെ വർക്കുന്നുണ്ട്, PRO വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്, PSC വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്, ടീച്ചർമാരുണ്ട്, ട്രെയിനർമാരുണ്ട്, ഡോക്ടർമാരുണ്ട്, പ്രൊഫസർമാരുണ്ട്, എഞ്ചിനീയർമാരുണ്ട്. സർവരും തകരുന്നു. 5 കൊല്ലത്തിൻ്റെ ഇടയ്ക്കുള്ള റിപ്പോർട്ട് വന്നാലും നമ്മൾ ഇങ്ങനെ ഇരിക്കും. എന്താണ്? ഇതൊന്നും എന്നെ ബാധിക്കൂല, കാരണം ഞാൻ ഡോക്ടറല്ല, ഞാൻ എഞ്ചിനീയർ ആണല്ലേ. ഇവിടെയാണ് നിങ്ങൾ ബുദ്ധി ഉദിക്കേണ്ടത്. 2 ലെവലിൽ. ഏതാ? ഒന്ന്, ഈ തകർന്ന മുഴുവൻ ആളുകൾക്കും നാളെ വരാനുള്ള ഒരു വലിയ സാധ്യത എൻ്റെ കയ്യിലുണ്ടെങ്കിൽ ഞാൻ കോടീശ്വരനാണല്ലോ. അതൊരു ഉത്തരം. 2, എൻ്റെ മേഖല തകർന്നാൽ ഞാൻ എങ്ങനെ ജീവിക്കണം, അതിന് പരിഹാരം കേട്ടാൽ അത് മറ്റൊരു ഉത്തരം. നിങ്ങൾ എങ്ങനെ കേൾക്കുന്നു എന്നുള്ള അനുസരിച്ചാണ്. സോ സീരിയസ്ലി നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഇന്ന് കാണുന്നതൊന്ന് വായിച്ചു പണി. എന്താ വായിച്ചു? ഉറക്കനെ വായിച്ചാണ് ഇത്. പണിയെടുക്കാൻ ഉറക്കനെ. എത്ര ആൾക്കാർ പിരിച്ചുവിടുന്നത്? 30,000 ആളുകൾ പിരിച്ചുവിടും. തൊട്ട് ഞാൻ പറഞ്ഞോ, വീണ്ടും പിരിച്ചിടൽ ഭീമന്മാർ. ഗൂഗിള്, ആമസോണ്,